എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചെടുക്കാനുണ്ട്. സ്നേഹവും കാരുണ്യമൊക്കെ നഷ്ടമാകുന്ന ഒരു കാലഘട്ടമാണിത്. കേരളത്തിന്റെ ആസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് തന്റെ പിതാവടക്കം വരുന്ന 4 പേരെ കൊന്ന ഒരു മകൻ പോലീസിന് മൊഴി കൊടുത്തത്, എന്റെ പിതാവിനെ കൊല്ലാൻ ഞാൻ 4 പ്രാവശ്യം ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, 4ാം തവണയാണ് എനിക്കത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു മടിയുമില്ലാതെ പിതാവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്നൊരു പക്ഷേ തമിഴ്നാട് മുഴുവൻ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ്, ഒരു സുപ്രഭാതമാണ് നമ്മുടെ മുമ്പിൽ വന്നത്. കൃത്രിമമായ അപകട മരണങ്ങൾ ഉണ്ടാവുകയാണ്. പകപോക്കലുകളുടെയും പ്രതികാരത്തിന്റെയും വഴിയിലൂടെ പൊതുസമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പാമ്പിന്റെ പകയോടുകൂടെ മനുഷ്യൻ ജീവിക്കുന്ന കാലമാണ്. അതോടൊപ്പം തന്നെ നാം കാണുന്ന കേൾക്കുന്ന വാർത്തകൾ, കുടുംബബന്ധത്തിന്റെ നൂലിടകൾ അറ്റുപോവുകയും സ്നേഹസഹതാപങ്ങളുടെ അർത്ഥങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്ന കാലത്ത് മംഗല്യ സൗഭാഗ്യം പണത്തിന്റെ പേര്, സൗകര്യങ്ങളുടെ പേര് നിഷേധിക്കപ്പെടുന്ന നമ്മുടെ 3 സഹോദരിമാരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഈ നാടും നഗരവും ഈ പ്രദേശവാസികൾ ജാതിമതഭേദമന്യേ എല്ലാവരും സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ സഹോദരിയാണ്, ഈ നാടിന്റെ മക്കളാണെന്ന് ഓർത്തുകൊണ്ട് സന്തോഷത്തോടുകൂടെ അവർ കൈപിടിച്ചേൽപ്പിക്കാൻ തയ്യാറാകുന്നു. സ്നേഹപൂർവ്വം ആ 3 പെൺകുട്ടികൾക്ക് ജീവിതം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇങ്ങനെ അനുഗ്രഹീതമായ വേദിയിൽ വെച്ചുകൊണ്ട് ആ ചടങ്ങ് ഏറ്റുവാങ്ങാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് പറയുന്ന 3 ചെറുപ്പക്കാരെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നടക്കുന്ന ഒരു ചടങ്ങാണിത്. അല്ലാഹുവേ, ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതുമായി സഹകരിച്ച് സഹായിച്ച ആളുകളെ നീ സഹായിക്കണേ റബ്ബേ. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ സുന്ദര സൂനങ്ങൾ മാത്രം നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സഹോദരങ്ങളെ, ഇത്തരം സ്നേഹകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. നമുക്കറിയാം, ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. ഏത് സൽക്കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിലും അല്ലാഹു തആല നമ്മോട് പറയാൻ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. കാരുണ്യവാനായ അല്ലാഹുവിന്റെ നാമമാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അഥവാ അല്ലാഹുവിന്റെ ഖലീഫമാരായി, പ്രതിനിധികളായി ഭൂമി ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ച നമ്മൾ അല്ലാഹുവിന്റെ ആ കാരുണ്യ സ്വഭാവം നെഞ്ചേറ്റാൻ സന്നദ്ധരാകേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ചും അകന്നകന്നു പോകുന്ന മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിണക്കാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സാണിത്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ കുടുംബത്തിന്റെ പവിത്രത, കുടുംബങ്ങൾ ഒത്തുചേരുന്നതിന്റെ മഹത്വം നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ മഹ്ശറ ശബാബ്, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ വളരെ കൗതുകത്തോടുകൂടെ കേൾക്കണേ. മുത്തുനബി പറയുകയാണ്, യാ മഹ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, ആർക്കെങ്കിലും മഹർ കൊടുത്തൊരു പെണ്ണിനെ പോറ്റി വളർത്താനുള്ള ശേഷിയുണ്ടായാൽ ഫല്യതസബ്ബജ്, അവർ വിവാഹം കഴിച്ചുകൊള്ളട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, അവന്റെ കണ്ണിന് വൈകാരികമായ ഭ്രംശങ്ങളുടെ തുടക്കമാകുന്ന കണ്ണിനെ നിയന്ത്രിക്കും, അവന്റെ ലൈംഗിക വിശുദ്ധി സമ്മാനിക്കാൻ അത് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിടത്ത് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മൻ തസബ്ബജ ബിംറഅത്തിൻ, ആരെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ ഫഖദ് അഹറസ സുലുസൈ ദീനി, അവന്റെ മറനിട്ടയുടെ 2/3 ഭാഗം സുരക്ഷിതമായി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മതപരമായ പവിത്രത കാത്തു സൂക്ഷിക്കാൻ, തിന്മയിലേക്ക് നമ്മുടെ ജീവിതം കണ്ണും കാതും കരടും വഴിതെറ്റി പോവാതിരിക്കാൻ അല്ലാഹു തആല നൽകിയ കവചമാണ് കുടുംബം എന്ന് നാം മനസ്സിലാക്കുക. മാത്രമല്ല, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മിൻ സഅദത്തി ബിനി ആദം സലാസ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നിദാനമാകുന്നത്, വിജയനിദാനമാകുന്നത് സുപ്രധാനമായ 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതം സുഖകരമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത് പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ,
സ്വാലിഹത്തായ സൽവൃത്തയായ ജീവിത പങ്കാളിയെ കിട്ടിയാൽ അവന്റെ ജീവിതം ധന്യമാണ്. താമസയോഗ്യമായ വീട് ലഭിച്ചാൽ അവന്റെ വീട്, അവന്റെ ഭൗതിക ജീവിതം സുഖകരമാണ്. അവന്റെ മൂന്നാമത്തെ കാര്യം മുത്തനബി പറഞ്ഞത് സഞ്ചാരയോഗ്യമായ വാഹനം എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് നിദാനമാകുന്ന ഒന്നാമത്തെ കാര്യം അനുയോജ്യമായ മതഭക്തിയുള്ള, പടച്ചുറപ്പിനെ ഭയക്കുന്ന, സ്നേഹമുള്ള, കാരുണ്യ സ്വഭാവമുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടലാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമാകുന്ന ഒന്നാമത്തെ ഘടകമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഇതാ കുടുംബ ജീവിതത്തെ, ദാമ്പത്യത്തെ ഓർമ്മപ്പെടുത്തുന്നത് ഇലാഹിയായ അടയാളമെന്നാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ അടയാളമാണ്, ദൈവികമായ മുദ്രയാണ് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇണകളെ പടച്ചറപ്പ് ഒരുക്കി തന്നു എന്നുള്ളത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പൂജാതരാവുകയാണ്, സ്വർഗത്തിൽ പടക്കപ്പെടുകയാണ്, സൃഷ്ടിക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടുമ്പോ മനസ്സിനൊരു മോഹമുദിക്കുകയാണ്. പടച്ചറപ്പേ, എനിക്കൊരു ഇണ വേണം, ഒരു തുണ വേണം, ഈ സന്തോഷം പങ്കുവെക്കാൻ ഒരാൾ വേണം. ആ ആഗ്രഹത്തെ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ആദം അലൈഹിസ്സലാമിന്റെ ഇടതുഭാഗത്തെ വാരിയിലൂരിയിട്ടാണ്. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, കളിമണ്ണിൽ നിന്ന് ആദം അലൈഹിസ്സലാമിനെ പടച്ച അല്ലാഹുവിന് അല്പം കൂടി മണ്ണെടുത്തുകൊണ്ട് വേണമെങ്കിൽ മറ്റൊരു ഇണയെ പടക്കാമായിരുന്നു. പക്ഷേ അല്ലാഹു ചെയ്തത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടതുഭാഗത്തെ വാരിയിലൂരുകയാണ്. അതിലൊരു വല്ലാത്ത കൗതുകമുണ്ട്, അതിലൊരു ഉദാത്തമായ സന്ദേശമുണ്ട്. മഹാനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്, എന്തിനാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാരിയിൽ നിന്ന് ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ പടച്ചത്. അതിൽ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, ഭർത്താവായ ഒരാൾക്ക് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തന്റെ ഇണയോട് തന്റെ അന്യമല്ല, തന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അന്നിസാഉ ശഖാഇഖുർ റിജാൽ, പെണ്ണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആദം അലൈഹിസ്സലാം സ്വന്തം ശരീരത്തോട് കാണിക്കുന്ന താല്പര്യം, സ്വന്തം ശരീരത്തെ പരിഗണിക്കുന്ന, സ്വന്തം ശരീരത്തോട് കാണിക്കുന്ന സ്നേഹവും സഹതാപവും തന്റെ സഹധർമ്മിണിയായ ഇണയോട് കാണിക്കണമെന്നുള്ള സന്ദേശമാണ് അതിലുള്ളത്. രണ്ടാമത്തേത്, ഇടതുഭാഗത്തെ വാരിയല്, അതും തന്നെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഒരു ദാമ്പത്യം ഈടുറ്റതാക്കുന്നത്, ഒരു ദാമ്പത്യത്തിന് സ്ഥായിഭാവം ഉണ്ടാകുന്നത്, ഒരു കുടുംബ ജീവിതം സുസ്ഥിരമായി തീരുന്നത് സുപ്രധാനമായ 2-3 വികാര തലങ്ങളിലൂടെയാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. സ്നേഹം, കാരുണ്യം, 2 അധമ്യമായ വികാരങ്ങളാണ് കുടുംബ ജീവിതത്തെ ഈടുറ്റതാക്കേണ്ടത്. സ്നേഹമാണ്, അതിന് അനന്തമാണ്. സ്നേഹത്തിന് പരിധിയും പരിമിതിയും നിശ്ചയിക്കാനാവില്ല. അനന്തമാണ്, അധമ്യമായ വികാരമാണ് സ്നേഹം. ആ സ്നേഹത്തെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്റെ യുവമിഥുനങ്ങളോട്, എന്റെ യുവതികളോട്, എന്റെ സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടുകൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ സംഘങ്ങൾക്ക് അഡ്വാൻസ് ഉറപ്പിക്കുന്ന ഭാര്യമാർ ജീവിക്കുന്ന കാലമാണിത്. പണത്തോട് ആർത്തിമൂത്ത് കൊണ്ട് ഭാര്യമാരെ അറുകലക്ക് കൊടുക്കുന്ന ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലമാണിത്. പണമാണ് പ്രിയപ്പെട്ടവരെ പൊതുലോകത്തിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത്. ആര് ജീവിക്കണം, ആര് മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പണമായി മാറിയിരിക്കുന്നു. ആര് സ്നേഹിക്കണമെന്ന് തീരുമാനിക്കുന്നത് പണമാവുകയാണ്. മണി മീൻസ് ടു എൻഡ് എന്ന് പറയാറുണ്ട്. എല്ലാ ലക്ഷ്യസാക്ഷാത്കാരത്തിന്റെയും മാധ്യമമായി പണം നിൽക്കുന്ന പുതിയ കാലഘട്ടത്തിൽ പണത്തിന് പുറത്തേക്ക് കൃത്യമായ സ്നേഹകാരുണ്യങ്ങളുടെ ഉദാത്തമായ മൂല്യങ്ങൾ നിലനിർത്തുന്ന, സമാനതകളില്ലാത്ത അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു പകർത്തി പരിശീലിപ്പിച്ചു തന്ന ഉദാത്തമായ കുടുംബ ജീവിതം നയിക്കാൻ നമ്മുടെ യുവമിഥുനങ്ങൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് പടച്ചറപ്പ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്? എന്റെ സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യമായി ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന യുവതി യുവാക്കൾക്ക് എല്ലാവിധ നന്മയും ഭാവുകങ്ങളും
ഹൃദയത്തിന്റെ ഭാഷയിൽ നേരുകയാണ്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കട്ടെ, നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. ഇത്രയും ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കുകയാണ്. പാണക്കാട് കുടുംബത്തില് മഹാനായ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ തന്റെ സഹധർമ്മിണിയോടുള്ള എഗ്രിമെന്റ് കരാർ ഏറ്റുവാങ്ങാൻ, നിക്കാഹിന് കാർമ്മികത്വം നൽകുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാനാവുക അതിലേറെ വലിയ സൗഭാഗ്യം എന്താണ്? അതോടൊപ്പം തന്നെ എന്റെ യുവതികളോട്, എന്റെ സഹോദരിമാരോട് എനിക്ക് വിനയത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപക്ഷെ ഈ വിവാഹം എന്ന സ്വപ്നം പോലും സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യതയില്ലാത്തൊരു കുടുംബ പശ്ചാത്തലത്തിൽ കഴിയുന്നവർക്ക്, നമ്മുടെ ചെറുപ്പക്കാർ, കുട്ടികൾ നിരന്തരം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവരിത് സംഘടിപ്പിച്ചതിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ എന്റെ കൽബ് പിടച്ചുപോയി. ഓരോ വീടുകളിലും പ്രത്യേകമായ ബോക്സ് വെച്ചുകൊണ്ട് അതിന് ശമ്പളം നൽകി കലക്ഷൻ ആളെ വെച്ചിട്ടില്ല. നമ്മുടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, SKSF-ന്റെയും SYS-ന്റെയും ചുണക്കുട്ടികള്, അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയും മംഗല്യ സൗഭാഗ്യമില്ലാതെ കണ്ണീര് കുടിക്കാൻ പാടില്ല. പണമില്ലാത്തതിന്റെ പേരിൽ കുടുംബജീവിതം നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന ആഗ്രഹത്തോടുകൂടെ കിട്ടുന്ന ജോലി തിരക്കിനിടയിൽ ഒരത്തിരി നേരം കിട്ടിയാൽ അത് കലക്ഷൻ നടത്തുകയാണ്. ഒരുപാട് ഭേദപ്പെട്ട ആളുകളെ സമീപിക്കുകയാണ്. എല്ലാവരും അവർക്ക് പിന്തുണ നൽകുകയാണ്. ബഹുമാനപ്പെട്ട KP ഹാജി, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ പറഞ്ഞത് ഇതൊരു നല്ല തുടക്കമാവണം. വരും വർഷങ്ങളിൽ 3 അല്ല 30 നടത്താൻ കഴിയണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഇതുമായി സഹകരിച്ച് സഹായിച്ച, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ട സന്ദർഭമാണ്. എന്റെ സുഹൃത്തുക്കളെ, ഇതിന്റെ സംഘാടകരോട് എനിക്ക് വിനയത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇത്രയും ആളുകളുടെ പ്രാർത്ഥന ലഭിക്കുകയാണ്. ഈ കുടുംബ ജീവിതത്തിലേക്ക് 2 വ്യക്തികൾ സംഗമിക്കുമ്പോൾ റഹ്മത്തിന്റെ മലായികത്ത് ഇവിടെ സംഗമിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മലായികത്ത് എത്തുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗീയാരാമം സന്തോഷിക്കുകയാണ്. ഇതേ നിമിഷം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഇടങ്ങളിലെല്ലാം ഈ വിവാഹത്തിന്റെ പ്രതീകാത്മകമായ സംഗമങ്ങൾ നടക്കുകയാണ്. അള്ളാഹുവേ, ഈ ബന്ധങ്ങളെ കൂട്ടിയിണക്കാൻ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലെല്ലാം സുഖവും സന്തോഷവും സമാധാനം ഹൈറും ബറക്കത്തും റാഹത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മനസ്സൊരുക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ഇത് വളരെ സുതാര്യമാണ്. ഏതെങ്കിലും വിവാഹത്തിന്റെ, സമൂഹ വിവാഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ ചതിക്കാനും പറ്റിക്കാനും അതല്ലെങ്കിൽ തെറ്റുധാരണക്ക് വക നൽകുന്ന ഒരു അംശം പോലും ഇവിടെയില്ല. ഇതൊരു ജീവിതോപാധിയല്ല. ഇത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലെ കാരുണ്യം അർഹിക്കുന്നവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നൽകുന്ന അനുഗ്രഹീതമായ കാഴ്ചയാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാരുണ്യ പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. നമുക്കറിയാലോ, മഹാനായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ലോകത്തൊരു കാരുണ്യ പ്രവർത്തകനെ കാണില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികളോട് വല്ലാതെ അലിവ് കാണിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണിന്റെ കണ്ണീര് കാണാൻ കഴിഞ്ഞില്ല മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ശത്രുവിന്റേതാണെങ്കിൽ പോലും സ്ത്രീ സമാജത്തെ വേട്ടയാടരുത് എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം പെരുന്നാൾ സുദിനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് നേതൃത്വം നൽകാൻ ഖുത്ബ നിർവഹിക്കാൻ കടന്നു പോവുകയാണ്. ആ വഴിയുടെ അരികിലിതാ ഒരു പെൺകുട്ടി കഥനഭാരത്തോടുകൂടെ നിൽക്കുകയാണ്. കണ്ണീര് വാർത്തുകൊണ്ട് നിൽക്കുകയാണ്. പുത്തനുടയാടകൾ ധരിക്കാറില്ലാതെ കണ്ണീരോടുകൂടെ നിൽക്കുന്ന സന്ദർഭം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. ഉടനെ തന്നെ ഹബീബായ തങ്ങൾ ആ പെൺകുട്ടിയുടെ അരികത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ചോദിച്ചു, മാലിക്കിയ എന്റെ കുഞ്ഞുമോളെ, എനിക്കെന്ത് പറ്റിപ്പോയി? എന്താണ് ഈ പെരുന്നാളിന്റെ സുപ്രഭാതത്തിൽ നീ ഇങ്ങനെ കരയുന്നത്? എന്താണ് ഈ പെരുന്നാളിന്റെ പ്രഭാതത്തിൽ നിന്റെ കവിളിൽ എന്താണ് കണ്ണീരിന്റെ നനവുള്ളത്? ആ കുഞ്ഞുമോൾ പറഞ്ഞു, എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്റെ ബാപ്പ നിങ്ങളോടുള്ള ഒരു യുദ്ധത്തിൽ, ഇവിടെ നടന്നൊരു യുദ്ധത്തിൽ, പരാജയ യുദ്ധത്തിൽ മരണപ്പെടുകയുണ്ടായി. എന്റെ അമ്മക്ക് എന്റെ ഉമ്മക്ക് എന്നെ വേണ്ടാതെ എന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഞാൻ അനാഥയാണ്, യതീമായ കുട്ടിയാണ്. ഉടനെ തന്നെ ഹബീബായ തങ്ങൾ മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട കൈവെള്ളയിൽ ആ കുഞ്ഞുമോളെ താങ്ങിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഖദീജ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഖദീജ, ഈ
പൊന്നുമോനുടെ കണ്ണീര് തുടക്കാതെ, ഈ പൊന്നുമോൾക്ക് സന്തോഷമില്ലാതെ മുഹമ്മദിന് പെരുന്നാളില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഒരു കുഞ്ഞുമോളെ കണ്ണിൽ ഒരു കണ്ണുനീര് പൊടിയാൻ കഴിഞ്ഞില്ല, അത് കാണാൻ കഴിഞ്ഞില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കുടുംബ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും കാരുണ്യ പ്രവർത്തനത്തിന് വലിയ പ്രാമുഖ്യം കൽപ്പിക്കുകയും ചെയ്ത മതമാണ് അല്ലാഹുവിന്റെ ദീൻ. ഞാൻ പറഞ്ഞു വരുന്നത്, അൽഹംദുലില്ലാഹ്, ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ, വിവാഹം എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഏറെ ശ്രദ്ധേയമായ ഒരു സംരംഭമാണ്. അതുപോലെ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, എന്റെ മുമ്പിൽ സ്വർഗം കാണപ്പെട്ടു, സ്വർഗം എന്റെ മുമ്പിൽ പ്രകടമായി. ആ സ്വർഗത്തിനും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ നടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് മോനെ നിന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്? അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ സാധാരണ നടന്നു പോകുന്ന വഴിയിൽ മാർഗതടസ്സമുണ്ടാക്കുന്ന ഒരു മരത്തിന്റെ ചില്ലയുണ്ടായിരുന്നു, തൂങ്ങിക്കിടക്കുന്നു. ആ ഉടമസ്ഥന്റെ അനുവാദപ്രകാരം ആളുകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിയിട്ട് ഞാൻ ആ മരത്തിന്റെ കൊമ്പൊന്ന് വെട്ടിമാറ്റി വഴി യാത്രായോഗ്യമാക്കി കൊടുത്തു. ഇത് അല്ലാഹു തആല സ്വീകരിച്ചു. അതാണ് എനിക്ക് സ്വർഗത്തിലേക്ക് വഴിയൊരുക്കിയതെന്ന് സഹാബി വര്യൻ പറയുമ്പോ എന്ന സഹോദരങ്ങളെ ചിന്തിക്കുക. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, കാരുണ്യ പ്രവർത്തനത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ജാതിയും മതമൊന്നുമില്ല, വിശപ്പിന്റെ മതമില്ല, പട്ടിണിക്ക് മതമില്ല, രോഗത്തിന്റെ മതമില്ല. അതാണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഞാനൊരു കഥ പറയാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരാളെ കൺമുമ്പിൽ പെടുന്നു. അയാൾക്ക് നല്ല വിശപ്പുണ്ട്. അയാൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇബ്രാഹിമേ, എനിക്ക് ഭക്ഷണം എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉറക്കെ പറഞ്ഞു, നീ മുസ്ലിമായാൽ ഞാൻ നിനക്ക് ഭക്ഷണം തരാം. ഇത് കേട്ടപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ മുസ്ലിമാവില്ല. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് നിനക്ക് ഞാൻ ഭക്ഷണം തരില്ല. രണ്ടുപേരും വഴിതിരിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടന്നുറങ്ങി വിശ്രമിക്കുകയാണ്. പെട്ടെന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്, വഹയുമായി എത്തുകയാണ്. യാ ഇബ്രാഹിം, അല്ലാഹു തആല ചോദിക്കുകയാണ്, ഇബ്രാഹിം, നിന്റെ അരികത്ത് ഭക്ഷണം ചോദിച്ചൊരാൾ വന്നോ? അന്നം ചോദിച്ചൊരാൾ വന്നോ? പട്ടിണി മാറ്റാൻ ഒരാൾ നിന്റെ അരികത്ത് വന്നോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതെ, എന്റെ അടുത്ത് വന്നു. എന്തേ നീ പറഞ്ഞത്? അയാൾ മുസ്ലിമായാൽ ഞാൻ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അല്ലാഹുവിന്റെ മറുവാക്ക് വരുന്നു, അല്ലാഹുവിന്റെ പ്രത്യേകമായ സന്ദേശം വരുന്നു. ഇബ്രാഹിം, നീ അറിയുമോ, അയാൾക്ക് 70 വയസ്സുണ്ട്. 70 വയസ്സുള്ള ഒരാളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് നിന്റെ മുമ്പിലേക്ക് വന്നത്. എന്നിട്ട് 70ാമത്തെ വയസ്സിൽ ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചു വന്നയാളോട് എന്തിനാണ് ഇബ്രാഹിം നീ മതം ചോദിച്ചത്? എന്തിനാണ് നീ ദീനിനെ കുറിച്ച് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് അല്ലാഹു പറയുന്നു, 70 കൊല്ലം ഞാൻ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഞാൻ അയാൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്, എന്റെ ഭൂമിയിൽ അയാൾ സുഖമായി ജീവിച്ചിട്ടുണ്ട്, ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 70 കൊല്ലം ഞാൻ ചെയ്ത പണി എന്റെ ഇബ്രാഹിം, എന്റെ ഖലീഫയായ നിനക്ക് ഒരു നേരം ചെയ്തുകൂടെ എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഞെട്ടി ഉണരുകയാണ്. ആ മനുഷ്യന്റെ പുറകിലോടുകയാണ്. ദീർഘദൂരം യാത്ര ചെയ്തു. ആ മനുഷ്യനെ കണ്ടെത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നി അത്ഇമുക, ഞാൻ നിനക്ക് ഭക്ഷണം തരാൻ പോവാണ്. അയാൾ പറഞ്ഞപ്പോഴും ഞാൻ മുസ്ലിമാവില്ല കേട്ടോ, ഞാൻ മുസ്ലിമാവില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ മുസ്ലിം ആവണ്ട, എന്നാലും ഞാൻ നിനക്ക് ഭക്ഷണം തരാൻ പോവാ. അപ്പൊ നീയല്ലേ പറഞ്ഞത് മുസ്ലിമെങ്കിലേ ഞാൻ ഭക്ഷണം തരൂ, ഇപ്പോഴത്തെ ഇബ്രാഹിം നിനക്കൊരു മാറ്റമുണ്ടായത്? അയാൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഥ പറഞ്ഞു കൊടുത്തു. നിനക്ക് ഭക്ഷണം തരാത്തതിന്റെ പേരിൽ എന്റെ നാഥൻ എന്നെ ആക്ഷേപിച്ചിരിക്കുന്നു, ദേഹത്തിന്റെ അല്ലാഹുവിന്റെ ദൂതൻ എന്റെ അരികത്തേക്ക് വിട്ടിരിക്കുന്നു. 70 കൊല്ലം അവിശ്വാസത്തിലിരിക്കുന്ന നിനക്ക് ഭക്ഷണം തന്ന നാഥന് വെല്ലുന്ന രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം നീ എന്തിനാണ് നിഷേധിച്ചത്?
എന്ന് പടച്ചറപ്പിനെ ആക്ഷേപിച്ചിരിക്കുന്നു. അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഭക്ഷണം കഴിച്ചേ പറ്റൂ. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കാരുണ്യപൂർണമായ വിശുദ്ധ ഇസ്ലാമിന്റെ സമീപനം കണ്ട് ആ മനുഷ്യൻ ചോദിച്ചു, ഇങ്ങനെയാണോ നിന്റെ പടച്ചവൻ? കാരുണ്യവാനാണോ നിന്റെ നാഥൻ? എങ്കിൽ ഇസ്ലാമൊക്കെ നിന്റെ മതം എനിക്കൊന്ന് പറഞ്ഞുതാ, നിന്റെ ഇസ്ലാമിനെ എനിക്കൊന്ന് പഠിപ്പിച്ചുതാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യുക്തിഭദ്രമായ സമീപനത്തിലൂടെ തൗഹീദ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അടുത്ത നിമിഷം അയാൾ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധ ഇസ്ലാം അദ്ദേഹം ആശ്ലേഷിക്കുകയും നല്ല ഒന്നാന്തര മുസ്ലിമായി അദ്ദേഹം പിൽക്കാലത്ത് ജീവിക്കുകയും ചെയ്ത ചരിത്രം മഹാനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ, കാരുണ്യ പ്രവർത്തനത്തിന്റെ മതമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ ഈ സംഘം പ്രവർത്തിക്കുന്നത്, ഈ കാരുണ്യ സംഘം, ഈ റിലീഫ് സെൽ പ്രവർത്തിക്കുന്നത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ്. ആരായിരുന്നു ശിഹാബ് തങ്ങൾ? നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആരായിരുന്നു ശിഹാബ് തങ്ങൾ? ഒരൊറ്റ കഥ പറയാം. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കൽ വീടിന്റെ മുകളിൽ UDFന്റെ ഉന്നതാധികാര സമിതി ചേരുകയാണ്. നാളത്തെ മുഖ്യമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കേണ്ട, മന്ത്രിയുടെ വകുപ്പുകൾ ആരൊക്കെയാവണം, എന്തൊക്കെയാവണമെന്ന് തീരുമാനിക്കേണ്ട യോഗമാണ്. AK ആന്റണിയുണ്ട്, അതേപോലെ തന്നെ വയലാർ രവിയുണ്ട്, അതേപോലെ തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട്. വളരെ സീരിയസ് ആയ ഒരു മീറ്റിംഗ് നടക്കുകയാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ മുകളിൽ. ആ സമയത്ത് താഴെ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇടയ്ക്ക് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വിളിനാശം കേൾക്കുകയാണ്. അങ്ങനെ തങ്ങൾ അസ്വസ്ഥമാവുകയാണ്. മീറ്റിംഗ് സജീവമായി ചർച്ച നടക്കുകയാണ്. തങ്ങളുടെ മുഖത്ത് പെട്ടെന്നൊരു ദുഃഖം വന്നു. തങ്ങൾ പറഞ്ഞു ഒരാളോട്, താഴെ ആരാണ് കരയുന്നത് ചെന്ന് നോക്കുക, ആരാണ് കണ്ണീർ വാർക്കുന്നതെന്ന് നോക്കുക. തങ്ങൾ ഒരാളെ പറഞ്ഞയച്ചു. ചെന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യം, ഒരു ഹരിജൻ സ്ത്രീയാണ്, ഒരു താഴ്ന്ന ജാതിക്കാരിയായ ഒരു സ്ത്രീയാണ്, ഒരു സഹോദരിയാണ്. ആ സഹോദരി പറയുന്നത്, തങ്ങൾ പാപ്പ, എനിക്കൊരു പശു ഉണ്ടായിരുന്നു. എന്റെ കുടുംബത്തിന് വിശപ്പടക്കാൻ, ഭക്ഷണത്തിന്, ഉപജീവന മാർഗത്തിന് ആകെയുള്ള ഒരു പശു, അത് കയറ് പൊട്ടിച്ചു പോയിരിക്കുന്നു. എന്റെ പശു കയറ് പൊട്ടിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പശുവിനെ കിട്ടണം. ആ സ്ത്രീയുടെ വിഷയം കേരളം ഭരിക്കേണ്ട ഭരണാധികാരി തീരുമാനിക്കുന്ന യോഗത്തിലേക്കാണ് ഒരു താഴ്വജാതിക്കാരിയായ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത്, എന്റെ പശു കയറ് പൊട്ടിച്ച്, പശു കയറ് പൊട്ടിച്ച് പോയിരിക്കുന്നു, ഓടിപ്പോയിരിക്കുന്നു, പശുവിനെ കാണാനില്ല. ഇത് കേട്ടപ്പോ ഈ ചെന്ന ദൂതന്റെ മനസ്സിൽ ഇത്തിരി ഒരു നിസ്സാരത തോന്നി. കാരണം ഇവിടെ UDFന്റെ ഉന്നതാധികാര യോഗം ചേരുന്നിടത്ത് ഒരു പശു കയറ് പൊട്ടിച്ചു പോയത് വലിയ പ്രശ്നമല്ലല്ലോ. ഓടി വന്നിട്ട് അയാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളപ്പ അത് വലിയൊരു പ്രശ്നമൊന്നല്ല, അതൊരു ഒരു സ്ത്രീയുടെ പശു കയറ് പൊട്ടിച്ചു പോയ ചെറിയൊരു മാറ്ററാണ്. തങ്ങളവർ എല്ലാവരും ആ സദസ്സിൽ നിൽക്കുന്നവരൊക്കെ ഒരു ചിരിച്ചു. ഒരു പെട്ടെന്നൊരു ചിരി വന്നു. ഇപ്പൊ അതാണോ വലിയ പ്രശ്നം? ബഹുമാനപ്പെട്ട തങ്ങളവർ പക്ഷേ തങ്ങൾ ചിരിച്ചില്ല. തങ്ങൾ ഇരുന്ന് ഇരിപ്പിൽ നടിയിട്ടിട്ട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് ഞാനിപ്പോ വരാം, ഒരു 5 മിനിറ്റ് ഞാനിപ്പോ വരാം. തങ്ങൾ ഇറങ്ങി വരികയാണ്. ഇതോടുകൂടെ അവിടെ ചിരിച്ചിരുന്ന സദസ്സ് മുഴുവനും തരിച്ചുപോയി. പടച്ചവൻ, ഇങ്ങനൊരു മനുഷ്യനോ, ഇങ്ങനൊരു മനുഷ്യനോ? തങ്ങൾ പാപ്പ താഴെ വരികയാണ്. ആ സ്ത്രീയോട് ചോദിച്ചു, സഹോദരി, പെങ്ങളെ നിനക്കെന്ത് പറ്റി? ദേഹാപെണ്ണ സഹോദരി പറയാണ്, എന്റെ മക്കൾക്ക് അച്ഛനില്ല, എന്റെ മക്കൾക്ക് അച്ഛനില്ല, എന്റെ കുടുംബം പോറ്റാൻ ആകെയുള്ള തണിയാണ് എന്റെ പശു, അത് കയറ് പൊട്ടിച്ചു പോയിരിക്കുന്നു, എനിക്ക് കണ്ടെത്താനാകുന്നില്ല, എന്റെ പശുവിനെ കിട്ടണം, തങ്ങൾ പാപ്പ പരിഹാരം തരണം. തങ്ങൾ പാപ്പ ആ ഷെൽഫ് വലിക്കുകയാണ്. ഒരു പിടി പണം കൊടുത്തു, അതിനെ പരിഹാരം നിർദ്ദേശിച്ചു. സന്തോഷത്തോടുകൂടെ ആ യോഗത്തിലേക്ക് തിരിച്ചു വന്നപ്പോ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അറിയാതെ നീച്ചുപോയി. പടച്ചവനെ, ഇങ്ങനൊരു മനുഷ്യനോ? ലോകത്തിന്റെ ഒരു ദിക്കിലും ഒരു സഹോദരിയുടെയും സഹോദരന്റെയും കബളിൽ കണ്ണീരിന്റെ മന ഉണ്ടാവരുത് എന്നാഗ്രഹിച്ച മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അവരുടെ പേരിൽ അവരുടെ ഓർമ്മ അനുസരമാക്കുന്ന ഒരു റിലീഫ് സെല്ല് നടത്തേണ്ട ഒന്നാമത്തെ പരിപാടി ഒരുപക്ഷെ ഇങ്ങനെ സമൂഹ വിവാഹം തന്നെയാണെന്ന് തോന്നിപ്പോവുകയാണ്. അതോടൊപ്പം എന്റെ കുട്ടികളോട്, സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ അറബികൾക്ക് വേണ്ടി മാത്രം വന്നവരല്ല, നിങ്ങൾ അനറബികൾക്ക് വേണ്ടി മാത്രം പൂജാതവരായവരല്ല. ലോകത്തിന്റെ ഏതൊക്കെ മനുഷ്യരുടെ കബളികളിൽ കണ്ണീരിന്റെ നനവുണ്ടോ അത് തുടക്കാനുള്ള തൂവാലകളായി നിങ്ങൾക്ക്
മാറാൻ കഴിയണം. പടച്ചറപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കവിടുകളിലെ കണ്ണീര് തുടച്ചു മാറ്റാൻ നമുക്കാവണം. ലോകത്തെവിടങ്ങളെല്ലാം കണ്ണീരിന്റെ നനവുണ്ടോ അത് തുടക്കാനുള്ള തൂവാലകളായി നമുക്ക് മാറാൻ കഴിയണം. അതിനുള്ള ശ്രമകരമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഇത്രയേറെ കാരുണ്യ പ്രവർത്തനത്തിന് പ്രോത്സാഹനം കൊടുത്ത മതം നമുക്ക് ലോകത്ത് കാണാൻ സാധ്യമല്ല. നമുക്കറിയാലോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സഹാബത്ത് നടന്നു പോവുകയാണ്. പെട്ടെന്ന് ധൃതി പിടിച്ച യാത്രയാണ്. പെട്ടെന്ന് സഹാബത്തിനോട് ഹബീബായ തങ്ങൾ കൈകൊണ്ട് താളം കാണിക്കുന്നു, ആംഗ്യം കാണിക്കുന്നു. സഹാബത്തിനോട് പറഞ്ഞു, സഹാബ അല്പനേരം നിൽക്കണം. സഹാബത്ത് ചോദിച്ചു, മാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് എന്ത് പറ്റിപ്പോയി, എന്താണ് ഇവിടെയുള്ള പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബ അല്പം കൺമുമ്പിലേക്ക് നോക്കുക, മുമ്പിലേക്കൊന്ന് നോക്കൂ. എല്ലാവരും ശ്രദ്ധിച്ചപ്പോ ഒരു ഉറുമ്പിന്റെ വരിയിൽ ആരോ ചവിട്ടിപ്പോയിട്ടുണ്ട്. ഒരു ഉറുമ്പിന്റെ വരിയിൽ ആരോ ചവിട്ടിപ്പോയിട്ടുണ്ട്. ഉറുമ്പ് വലിയ സംഘബോധമുള്ള ജീവിയാണ്. നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു ഉറുമ്പ് ചത്തുപോയാൽ മറ്റുറുമ്പുകൾക്ക് അത് ചാടിക്കടന്ന് പോകാൻ കഴിയില്ല. നമ്മൾ പള്ളിയിലേക്ക് ജനാസ കൊണ്ടുവരുന്നത് പോലെ, മയ്യത്ത് കൊണ്ടുവരുന്നത് പോലെ താങ്ങിയെടുത്ത് വല്ലാത്തൊരു ശാന്തതയോടെ കൂടെ കടന്നു പോകുന്ന ഉറുമ്പ് കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. ഒരു ഉറുമ്പിനും മധുര പലഹാരം കിട്ടിയാൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനാവില്ല. 5 മിനിറ്റ് കൊണ്ട് നൂറുകണക്കിന് ഉറുമ്പുകൾ അവിടെ ഓടിയെത്തുന്നത് ഒന്നാമത്തെ ഉറുമ്പിന്റെ സന്ദേശം ഏറ്റിട്ടാണ്. അഥവാ വലിയ സംഘബോധമുള്ള ജീവിയാണ് ഉറുമ്പ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ അധ്യായത്തിന്റെ പേര് അന്നംല്, ഉറുമ്പ് എന്നാണ്. ഹബീബായ തങ്ങൾ പറയാണ്, സഹാബ അല്പനേരം നമുക്ക് നിൽക്കാം. ആരോ ഈ ഉറുമ്പിന്റെ വരി ചവിട്ടിപ്പോയിട്ടുണ്ട്. ഏതാനും ഉറുമ്പുകൾ ചത്തു കിടക്കുന്നുണ്ട്. ആ ഉറുമ്പെന്ന് വരിയാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കണേ, എന്നിട്ട് നബി തങ്ങൾ പറയാ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് പരാതി ബോധിപ്പിച്ച അള്ളാഹുവിന്റെ പടപ്പുകളാണ് ഈ കിടക്കുന്നത്. അതുകൊണ്ട് അല്പനേരം നമുക്കിരിക്കാം. ഈ ചരിത്ര സംഭവം മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുസ്വാമികൾ അവരുടെ ദീർഘമായ ഒരു കവിത ആരംഭിക്കുന്നത്, ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള ഒരു അനുകമ്പയും സദാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു പീഡനം, ഒരു പ്രയാസം ഉറുമ്പിന് പോലും ഏൽപ്പിക്കരുതേ എന്ന് ആഗ്രഹിച്ച കാരുണ്യക്കടലായ മുഹമ്മദ് മുസ്തഫ. ആ കവിത അവസാനിക്കുന്നത്, പുരുഷാകൃതി പുണ്ട ദൈവമോ നരദിവ്യാകൃതി പുണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുജിക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഇങ്ങനെ പാടാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? ആ കാരുണ്യപൂർണമായ സമീപനത്തിന്റെ വലുപ്പം കൊണ്ടാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, ഇസ്രായേൽ കുടുംബത്തിൽ ഒരു പെണ്ണ് ജീവിച്ചിരുന്നു, ഒരു സഹോദരി ജീവിച്ചിരുന്നു. അവളൊരു പൂച്ചയെ വളർത്തിയിരുന്നു. ആ പൂച്ചക്ക് നന്നായി വിശന്നു, ആ പൂച്ചക്ക് നന്നായി ദാഹിച്ചു. എന്നിട്ടും ആ പൂച്ചയ്ക്ക് വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. ചെങ്ങലയിലിട്ടു, പൂട്ടിയിട്ടു. ചെങ്ങലയിൽ കിടന്നുകൊണ്ട് ഒരു വളർത്തു പൂച്ച ചത്തുപോയി. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ ഓർക്കുക, നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇസ്രായേൽ കുടുംബത്തിലെ ആ പെണ്ണ് നാളെ നരകാവകാശിയാണ്. അവൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. കാരണം എന്തറിയുമോ? ഒരു പൂച്ച അവൾ കാരണം അകാരണമായി ചത്തുപോയി. ഒരു പൂച്ച ചത്തത് കാരണം നരകമുണ്ടെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ദുർനടപ്പുകാരിയായ ഒരു പെണ്ണ്, പെണ്ണാത്തരത്തിന് എവിടെയിലൂടെ ജീവിക്കുന്ന ഒരു പെണ്ണ് വിജനമായ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. ദാഹിച്ചവശയായപ്പോ സമീപത്തുള്ള ആഴവേറിയ ഒരു കുഴിയിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണ്. ആ കോരിയെടുത്ത് തന്റെ വായിലേക്ക് ഒഴുക്കാനൊരുങ്ങുമ്പോ, ആ വെള്ളം കുടിക്കാനൊരുങ്ങുമ്പോ തന്റെ സമീപത്ത് ചാവാൻ കിടക്കുന്ന ഒരു പട്ടി കിടക്കുന്നുണ്ട്. അത് വാ പൊളിച്ചു കിടക്കുന്നു. അടുത്ത നിമിഷം ഈ പട്ടി ചാവാൻ പോവുകയാണ്. ആ പട്ടിയുടെ ദയനീയത കണ്ട് തന്റെ തൊള്ളയിലേക്ക് വായിലേക്ക് കൊണ്ടുപോകാനൊരുങ്ങുന്ന ആ വെള്ളം തന്റെ കാലിൽ ധരിച്ച് ഷൂ വഴിച്ചിട്ട് ഈ പെണ്ണാ വെള്ളം ഷൂയിലേക്ക് ഒഴുക്കുന്നു. എന്നിട്ട് ഈ പട്ടിയുടെ വായിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തത് കാരണം ഒരു പട്ടിയുടെ ദാഹം തീർത്ത ഒരു ദുർനടപ്പുകാരി പെണ്ണിന് നാളെ സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഓർക്കേണ്ടതുണ്ട്, ഒരു പൂച്ചയ്ക്ക് അകാരണമായി മരണം വിധിച്ചത് കാരണം ആ പെണ്ണിന് നരകം വിധിച്ച മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാരുണ്യ പ്രവർത്തനത്തിന് ഇത്രമേൽ പ്രാധാന്യം കൊടുത്ത് മറ്റൊരു മതത്തെ നമുക്ക് ലോകത്ത് കാണുക സാധ്യമല്ല. അങ്ങനെയാണ് പൂർവികർ ജീവിച്ചത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാവുകളിൽ
കൊടുക്കാതിരിക്കുകയാണ്. എന്റെ അധികാര പരിധിയിൽ ഏതെങ്കിലും കുടുംബത്തിൽ പട്ടിണിയുണ്ട്, ഏതെങ്കിലും ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന എത്രത്തോളം എന്നറിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴുണ്ട് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു, ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ അരികത്തേക്ക് കടന്നു ചെന്നു. അവിടെ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ കുഞ്ഞിന്റെ കരച്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് മെല്ലെ ഉറക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ല പെങ്ങളെ, എന്തിനാണ് ഈ കുഞ്ഞ് കരയുന്നത്? എന്തിനാണ് ഈ കൈക്കുഞ്ഞ് കരയുന്നത്? ആ സഹോദരി പറയുകയാണ്, ഇത് ഞങ്ങൾ ഉമറിന്റെ അധികാര പരിധിയിലുള്ള ആളുകളാണ്. ഉമർ മുല കുടിക്കുന്ന മക്കൾക്ക് റേഷൻ കൊടുക്കുന്നില്ല, മുല കുടിക്കുന്ന മുലപ്പാല് കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ മുലകുടി വറ്റിക്കാൻ എന്റെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാതിരിക്കുകയാണ് ഞാൻ. അങ്ങനെ മുലകുടി വറ്റിയെന്ന് മുലപ്പാല് കുടിക്കുന്നില്ല എന്ന് ഉമറിനോട് പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ റേഷൻ എനിക്ക് കിട്ടും, അതിനു വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിറ്റേ ദിവസം നേരം പുലർന്നപ്പോ തന്റെ സദസ്സിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉമർ നിങ്ങളോട് അതിക്രമം ചെയ്തിരിക്കുന്നു, ഉമർ നിങ്ങളോട് അന്യായം ചെയ്തിരിക്കുന്നു, എത്രയോ കുട്ടികളുടെ മുലകുടി വറ്റിച്ചിരിക്കുന്നു ഉമർ. അതുകൊണ്ട് ഇന്ന് മുതൽ ഉമർ പ്രഖ്യാപിക്കുകയാണ്, ജനിച്ചു വീണ ഉടൻ തന്നെ മുല കുടിക്കുന്ന മക്കൾക്കും ഉമർ റേഷൻ പ്രഖ്യാപിക്കുകയാണ്. ആരോടെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമറിനോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു താൻ കാരണം ലോകത്ത് ഒരാളും സങ്കടപ്പെടരുത് എന്ന് ആഗ്രഹിച്ച അല്ലാതെ നീതിയുടെ പ്രതീകമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദാത്തമായ സന്ദേശമാണ് അല്ലാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, വിധവകൾക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി, നിരാശ്രയർക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചാൽ അവൻ സ്വർഗവഴിയിലാണ്, അവന് സ്വർഗമുണ്ട്, അവന് ധർമ്മ പോരാളികളുടെ പുണ്യമുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ച ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ. എന്റെ ചെറുപ്പക്കാരോട്, സഹപ്രവർത്തകരോട്, SKSF-ന്റെയും SYS-ന്റെയും ചുണക്കുട്ടികളോട് ജീവിതം അടയാളപ്പെടുത്താൻ സൗഭാഗ്യം ലഭിച്ച എന്റെ പ്രിയപ്പെട്ട ഭാഗ്യവാന്മാരായ എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യമുണ്ടല്ലോ, ഇതിവിടെ പരിമിതപ്പെടുത്തരുത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് രോഗികളായ ആളുകൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിന്റെ മാഷ് സുഹൃത്ത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രോഗികൾക്ക് ചികിത്സ, അതേപോലെ തന്നെ പാവപ്പെട്ടവരുടെ വീട് കെട്ടിമേയാൻ കഴിയാത്ത ഒരു ചെറ്റക്കുടിലുകളിൽ കഴിയുന്ന ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ, പ്രത്യേകിച്ച് നമുക്കറിയാം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ എന്ത് തുടങ്ങിയാലും അത് വിജയിക്കും. അതാണ് ഗിന്നസ് ബുക്കിലേക്ക് ബൈത്തുർ റഹ്മ കടന്നു പോവുകയാണ്, ഗിന്നസ് ബുക്കിലേക്ക് എത്തുകയാണ്. ലോകത്ത് ഇതുപോലെ കാരുണ്യ ഭവനങ്ങളുടെ കൂട്ടായ്മ നമുക്ക് ലോകത്ത് കാണാൻ സാധ്യമല്ല. കാരണം മഹാനായ തങ്ങളുടെ പേരിൽ ഒരു സൽക്കർമ്മം ആരംഭിച്ചാൽ അതിൽ പടച്ച തമ്പുരാന്റെ ഇലാഹിയായ സഹായം ലഭിക്കുകയാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം, അതാണ് നമ്മുടെ ചരിത്രം, അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മഹാനായ തങ്ങളവറുകളുടെ പേരിൽ നമുക്കറിയാം സ്മാരകങ്ങൾ ഉണ്ടാക്കി റോഡിൽ പ്രയാസം ഉണ്ടാക്കുകയല്ല തങ്ങളുടെ പേരിൽ നടക്കുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ, അവിടെ മുസ്ലിമെന്നോ ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ വ്യത്യാസമില്ല, ജാതി മതഭേദമന്യേ ബൈത്തുർ റഹ്മ ഒരു സംസ്കാരമായി തങ്ങളുടെ പേരിൽ വീട് നിർമ്മാണം ആരംഭിച്ചപ്പോ ഒരുപാട് സംഘടനകൾ വീട് നിർമ്മിക്കാൻ തുടങ്ങി, ഒരുപാട് പ്രസ്ഥാനങ്ങൾ വീടുണ്ടാക്കാൻ തുടങ്ങി, ഒരുപാട് വീടില്ലാത്തവർക്ക് വീട് ഗവൺമെന്റ് പ്രോജക്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു സംരംഭം ലോകത്ത് വീടെന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പത്തിലേക്ക് ഒരുപക്ഷെ സമൂഹത്തിന്റെ മനസ്സിന് മലയാളി മുസ്ലിമിന്റെ മലയാളി സമാജത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ബൈത്തുർ റഹ്മ എന്ന സംവിധാനം. അതുകൊണ്ട് തന്നെ ഇവിടെ അധ്യക്ഷൻ ആശംസിച്ചതുപോലെ, ഉദ്ഘാടകൻ പ്രാർത്ഥിച്ചതുപോലെ, സ്വാഗത പ്രസംഗകൻ ആഗ്രഹിച്ചതുപോലെ എനിക്കിവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, എന്റെ സഹോദരങ്ങളെ, ഇത് അനുഗ്രഹീതമായ സദസ്സാണ്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ നാടിന്റെ ഏതൊക്കെ മൂലകളിൽ ആരൊക്കെ സങ്കടപ്പെടുന്നുണ്ടോ അവരെ തിരിച്ചറിയാൻ കഴിയുക ഒരു വല്ലാത്ത സൗഭാഗ്യമാണ്. അത് മഹാനായ തങ്ങളുടെ പേര് അനശ്വരമാക്കിക്കൊണ്ട് ഇവിടെ നിലനിർത്തിക്കൊണ്ടുകൂടെ ആകുമ്പോൾ ഇത് അതിലേറെ പുണ്യം നേടുകയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് ഓർമ്മപ്പെടുത്തുന്നത്, വരും വർഷങ്ങളിൽ ഇത് ഇതിലേറെ ഗംഭീരമായി ഗൗരവത്തോടുകൂടെ അടുത്ത മഹല്ലുകളിലേക്ക്, നമ്മുടെ പ്രദേശങ്ങളിലേക്ക് സുതാര്യതയോടുകൂടെ വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഏതെങ്കിലും ആളുകളുടെ ഏർപ്പാടായി ഇത് മാറാൻ പാടില്ല. അത് നമ്മുടെ
രീതിയും അങ്ങനെയല്ല. പ്രത്യേകിച്ചും അമാനത്ത് ഒരാൾ ഈ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായി ട്രാൻസ്പെറന്റായി കൃത്യമായി അത് സൂക്ഷിക്കാൻ സമസ്തയുടെ പോഷകഘടകങ്ങൾക്ക് അവരുടെ നേതാക്കന്മാർക്ക് കൃത്യമായി നിർദ്ദേശം നൽകുകയാണ്. അതുകൊണ്ട് KSFന്റെയും SYSന്റെയും പ്രവർത്തകർ അത് ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിലേറെ സന്തോഷം ഈ മഹല്ല് കമ്മിറ്റി, ഈ പ്രദേശത്തിന്റെ ഉമറാക്കൾ ഇത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ശാഖ KSFന്റെ SYSന്റെ പ്രവർത്തകർക്ക് ഇതിലേറെ സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യമില്ല. ഇതിന് ഇവരുടെ പിന്തുണയും പിൻബലവും നൽകുകയാണ്. ഈ ജില്ലയുടെ നേതാക്കന്മാർ, ഉലമാക്കൾ, സാദാത്യങ്ങൾ, ഉമറാക്കൾ എല്ലാവരും ഇതാ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളോടൊപ്പമുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ്. നിങ്ങളിതാ സന്തോഷത്തോടുകൂടെ ആത്മാർത്ഥമായി മുന്നോട്ട് പോവുക. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്, നമ്മൾക്കറിയാം മതം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് ഉസാമയുടെ താടിയും താലിബാന്റെ തലപ്പാവും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം പേരുള്ളതിന്റെ പേരിൽ എയർപോർട്ടുകളിൽ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. മുസ്ലിം പേരുള്ളതിന്റെ പേരിൽ ഫ്ലാറ്റ് ലഭിക്കാതിരിക്കപ്പെടുകയാണ്. മുസ്ലിം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതെന്തോ ഒരു ഭീകര സ്വത്വമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ സ്നേഹകാരുണ്യത്തിന്റെ ഉദാത്തമായ സന്ദേശം നമ്മുടെ സഹോദര മതാനുയായികളിലേക്ക്, നമ്മുടെ അയൽ പ്രദേശങ്ങളിലേക്ക്, അയൽ രാജ്യങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൃത്യമായും സത്യസന്ധമായും വിശുദ്ധ ഇസ്ലാമിക സന്ദേശം ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഉദാത്തമായ സമീപനം ജാതിയും മതവും വർഗവും വർണ്ണവും ദേശവും ഭാഷയും തീർക്കുന്ന അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് സ്നേഹ സൗഹാർദ്ദങ്ങളുടെ ഉദാത്തമായ പ്രപഞ്ചം സൃഷ്ടിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. നമ്മൾ തിരിച്ചറിയുക. ഇന്ന് നേരെ മറിച്ചാണ് ആളുകൾ ആലോചിക്കുന്നത്. ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. ലണ്ടൻ എയർപോർട്ടിൽ ഈയിടെ ഒരു ചെറുപ്പക്കാരൻ, ഇന്തോനേഷ്യക്കാരൻ, ഒരു സഹോദരൻ, ഇന്തോനേഷ്യക്കാരനായ ഒരു സഹോദരൻ ലണ്ടൻ എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറി, ബോഡി പാസൊക്കെ കിട്ടി, ഫ്ലൈറ്റിൽ കയറി അങ്ങനെ സീറ്റിരുന്നു കൊണ്ട് സീറ്റ് ബെൽറ്റ് മുറുക്കുമ്പോ ആ കുട്ടികൾ ദിക്റിയല്ലേ സുബ്ഹാനല്ലദീ സഖലനാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഇത് കേട്ട തൊട്ടടുത്തിരിക്കുന്ന എയർ ഹോസ്റ്റസ് ഒച്ച വെച്ചു, ബഹളം വെച്ചു. ഉടനെ തന്നെ പോലീസ് വന്നു. എയർ ഹോസ്റ്റസിനോട് വാട്ട് ഹാപ്പൻഡ് യു, എന്ത് പറ്റി നിങ്ങൾക്ക്? അവർ പറഞ്ഞു, ഇദ്ദേഹം തീവ്രവാദികൾക്ക് സിഗ്നൽ കൊടുത്തു എന്ന്. ഉടനെ തന്നെ പോലീസ് വന്നു. ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. 2.5 വർഷമാണ് ജയിലിൽ കഴിഞ്ഞത്. എന്താ പ്രശ്നം? ഇയാൾ സീറ്റ് വെച്ച് നോക്കിയപ്പോ നിന്ന് വിക്രമം ചെയ്യും. ന്യൂയോർക്ക് പട്ടണത്തിൽ അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ ഫുട്പാത്തിലൂടെ നടന്നു പോവാ. നല്ല താടിയുണ്ട്, നല്ല തലപ്പാവ് ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് 3 പോലീസ് വാഹനം ആ ചെറുപ്പക്കാരനെ വളഞ്ഞു. അവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവൻ പലതും പറഞ്ഞു നോക്കി, ഒന്നും വിജയിച്ചില്ല. 8 മണിക്കൂർ ചോദ്യം ചെയ്തു. 3 ദിവസം വിചാരണ തടങ്കലിൽ പാർപ്പിച്ചു. അവസാനമാണ് അമേരിക്കൻ പോലീസ് ലഭ്യരായത്. ഇന്ത്യക്കാരനായ പഞ്ചാബിയായ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. നമുക്കറിയാലോ, സിഖുകാരുടെ തലപ്പാവ് കണ്ടാൽ നമ്മുടെ കാലേര തലീക്കെട്ടിനേക്കാൾ ഉഷാറുള്ള തലീപ്പാവുണ്ട്. താടിയാണെങ്കിൽ നമ്മുടെ താടിയേക്കാൾ ഉഷാറുള്ള താടിയും തലപ്പാവും കാണുമ്പോഴത്തേക്ക് വരണ്ടു പോകുന്ന ഒരവസ്ഥ ലോകത്തിനുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളിൽ തന്നെ ചില അവിവേകൾ കാണിക്കുന്ന ഏർപ്പാടുകൾ ലോകത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. ISIS ഭീകരതയും അതിന് വളം വെച്ചു കൊടുക്കുന്ന സമീപനങ്ങളുമായി പോകുന്ന ആളുകൾ, അത് പുത്തൻ ചിന്താധാരകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ വലിയ വിപത്തുകൾ ഉണ്ടാക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽമയുടെ തണലിൽ ജീവിക്കുന്ന നമ്മൾക്ക് ലോകത്ത് ഈ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം മാത്രമാണെന്നും പറയാനുള്ളത്. നമ്മുടെ നേതാക്കന്മാരെ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട് നമ്മുടെ സഹോദരമതാനുയായികൾ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുക്കുന്നത് അമ്പല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഇതാണ് നമ്മുടെ സംസ്കാരം. നമ്മുടെ അഭിമന്യരായ നേതാക്കന്മാരെ സ്നേഹിക്കാൻ ഇവിടെയുള്ള അന്യമതസ്ഥരായ ആളുകൾ മുന്നോട്ട് വരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടാണ്. അതാണ് മാലിക് ദീനാറിന്റെ പാരമ്പര്യം നമ്മൾ നെഞ്ചേറ്റി വെക്കേണ്ടത്, നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് അതാണ്. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള സഹോദരങ്ങളെ, നമ്മൾ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകങ്ങളാവുക. നമ്മുടെ പള്ളികളും മദ്രസകളും ഈ നാടിന്റെ നന്മയുടെ അടയാളങ്ങളായി മാറുക.
നമ്മുടെ സമൂഹത്തിന്റെ സ്നേഹവും സഹതാപവും സമ്മാനിക്കാൻ മാത്രം കഴിയുന്നവരായി നമ്മൾ ജീവിക്കുക. അതിന് KSFന്റെ SYSന്റെ ഈ കൂട്ടായ്മക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന യൂണിഫിനങ്ങളോടാണ്. നമ്മൾ ചിന്തിക്കുക, കാലം ആസ്വാദനാത്മകതയുടെ മത്ത് പിടിച്ചുകൊണ്ട് ജീവിതം ലക്ഷ്യമറിയാതെ എന്ത് വന്നാലും വേണ്ടില്ല ആസ്വാദനാത്മകതയുടെ ലോകത്തിലൂടെ കടന്നു പോവുകയാണ്. എന്ത് സംഭവിച്ചാലും എന്റെ ആസ്വാദനത്തിന്റെ മംഗം വരുന്ന ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന ചിന്തയുടെ നീങ്ങുന്ന തലമുറയിലാണ്, സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഒരു ഭാര്യ എന്ന രീതിയിൽ, ഒരു ഭർത്താവ് എന്ന രീതിയിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട എല്ലാ നന്മകളും ഉത്തരവാദിത്വങ്ങളും ഓർത്ത് പ്രവർത്തിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് വളർന്നു വരുന്ന തലമുറയോട്, യുവാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ കൃത്യമായും ചിന്തിക്കുക. മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭർത്താവിന്റെ ബാധ്യതകൾ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും പാലിച്ചു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബിവര്യൻ വന്ന് ചോദിച്ചാൽ, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതുതഇമഹാ ഇദാ തഈംത, നീ വല്ല ഭക്ഷണം കഴിച്ചാൽ നിന്റെ ഭാര്യയ്ക്ക് അത് മേടിച്ചു കൊടുക്കണം. വതസ്സുഹാ ഇദാ തസൈത, നീ വല്ല വസ്ത്രവും ധരിക്കുന്നതിന്റെ ഭാര്യയുടെ വസ്ത്രത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഒരാൾക്ക് തബ്ബിഹിനെ അവളെ തെറി പറയരുത്. ഒരാൾക്ക് വജുഹാനെ അവിടെ മുഖത്തടിക്കരുത്. കിടപ്പറയിലല്ലാതെ അവൾ ഒറ്റപ്പെടുന്ന സ്ഥിതി വരാൻ പാടില്ല. ഇങ്ങനെ ഒരു ഭാര്യ എന്ന അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തന്റെ പ്രിയതമ ഒരിക്കലും അവരുടെ ശാരീരികമായി മാനസികമായി അവർ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല, പ്രയാസപ്പെടാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, നോക്കൂ, നിങ്ങൾ നിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാന്മാർ നിങ്ങളുടെ ഭാര്യമാരെടുത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ്. ഭാര്യമാർ നല്ലവരെന്ന് പറയുന്നവരാണ് നിങ്ങളിൽ ഉത്തമരെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, എന്ന സഹോദരന്മാരെ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച ഉദാത്തമായ സ്നേഹവായ്പുണ്ട്. ഭാര്യമാരെ സ്നേഹം കൊണ്ട് തന്റെ നെഞ്ചോട് ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ നബി തങ്ങളുടെ ജീവിതം, വഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് കർമ്മനൈരന്തര്യത്തിന്റെ സമാനതകളില്ലാത്ത പാഠം ലോകത്തിന് പഠിപ്പിച്ച തിരക്കേറിയ ജീവിതത്തിലൂടെ കടന്നുപോയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിത്തിരി നേരം കിട്ടിയാൽ തന്റെ ഭാര്യമാർക്ക് വിറക് വെട്ടിക്കൊടുക്കാറുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. ഡ്രസ് ധരിക്കുമ്പോ പാവാടയുടെ കയറിട്ട് കൊടുക്കാൻ സഹായിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി. നോക്കണേ നിങ്ങൾ, ചെരുപ്പ് പൊട്ടുമ്പോ അതിന്റെ വാറ് തുന്നിക്കൊടുക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് ഒരു ഭർത്താവിന്റെ മനോഹരമായ ചിത്രം നബി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, സ്നേഹം പങ്കുവെക്കാനുള്ളതാണ്. ഒരു ഭാര്യയുടെ മുമ്പിൽ സ്നേഹപ്രകടനം കൊണ്ട് അവളുടെ എല്ലാമായി തീരാൻ ഒരു ഭർത്താവിന് കഴിയേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഭാര്യ ഭർത്താവ് മക്കളൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം വെച്ച് കൊടുത്താൽ നാളെ പടച്ച റബ്ബിന്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന സദഖയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത്? ഭാര്യയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുക, ഇത് ഞാൻ എൻ്റെ ഉമ്മ കണ്ടോക്കണ്ടേ? അതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന കാര്യം എൻ്റെ ഉമ്മ കണ്ടാൽ എൻ്റെ ഉമ്മ പറയുള്ളൂ, ഉപ്പുണ്ടടാ, നീ ഇത്ര വലിയ പെൺകോന്നലായി പോയല്ലോ, നീ ഇത്ര വലിയ പോയത്തക്കാരനായി പോയല്ലോ പറഞ്ഞു പോവില്ലേ? നിങ്ങൾ നോക്കണേ, നിങ്ങൾ പേടിക്കണ്ട. സ്നേഹം കൊടുക്കുന്നവർക്ക് അത് തിരിച്ച് ആഗ്രഹിക്കാൻ അവകാശമുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ചു ഗുരു മുഹമ്മദ് മുസ്തഫ. നോക്കൂ, നിങ്ങൾ അങ്ങനെ ലോകത്തിന്റെ നമ്മുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കൂ. നിങ്ങൾ അങ്ങനെ വളരുന്ന സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാക്കുന്ന മക്കൾ സ്നേഹമുള്ളവരാകും. നേരെ മറിച്ച് നബി തങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഒന്നിച്ചിരുന്നു കൊണ്ട് കഴിക്കുമ്പോ റഹ്മത്തിന്റെ മലായികത്ത് അവിടെ നിനക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മളൊന്ന് മാറേണ്ടതുണ്ട്. നമ്മൾ കുടുംബത്തിന്റെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുമ്പോഴാണ് കുടുംബം ഉണ്ടാകുന്നത്. നമ്മൾ തിരിച്ചറിയണം, അതൊരു കടമ്പയായി മാറാൻ പാടില്ല. നമ്മൾ ഓർക്കുക, ഭാര്യമാർക്ക് ഭൗതികമായ സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ഭർത്താവെന്ന രീതിയിൽ നമ്മുടേതാണ്. നമ്മളത് മറന്നു പോകരുത്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്ക് കാണാമല്ലോ. മുത്തുനബി പറഞ്ഞു, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ താളി തേച്ച് കുളിച്ച് ശീലമുള്ള ഒരു പെണ്ണിനെയാണ് ഇവിടെ ഭർത്താവിനെ കല്യാണം ചെയ്ത് കൊണ്ടുവരുന്നതെങ്കിൽ ഭർത്താവിന്റെ ജോലിയല്ല നീ കിണറ്റിന്റെ അടുത്ത് പോകണം, വെള്ളം മുക്കണം, അത് തിളപ്പിക്കണം, അത് തണുപ്പിക്കണം, താളി ഒരുക്കി വെച്ച് കുളിമുറിയിൽ വെച്ച ശേഷം പ്രിയപ്പെട്ട ഭാര്യയോട് പറയണം, പ്രിയേ വെള്ളം റെഡിയാണ്, താളി തൊട്ടപ്പുറത്തുണ്ട്, ഭവതി ഒന്ന് കുളിച്ചാൽ തിരക്കിടില്ല എന്ന് നീ നിന്റെ ഭാര്യയോട് അങ്ങോട്ട് പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട യോമിഫിടങ്ങൾ ഭയക്കേണ്ടതില്ല. എങ്കിലും ഞാൻ പറയാം, ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കൃത്യമായി മനസ്സറിഞ്ഞുകൊണ്ട് ഒന്നിച്ചു പോവേണ്ടതാണ്. നമ്മൾക്കറിയാം, വേറിട്ടൊഴുകിയ രണ്ട് നദികൾ ഒന്നിച്ചൊഴുകാൻ തുടങ്ങുകയാണ്. വേറിട്ട കരയിൽ നിന്ന രണ്ടാളുകൾ ഒരു തോണിയിൽ കയറി ഒരേ ദിശയിലേക്ക് ഒന്നിച്ചു തുഴയാൻ പോവുകയാണ്. എതിർ ദിശയിലേക്ക് തുഴഞ്ഞാൽ ആ യാത്ര പ്രയാസമുണ്ടാക്കും. ഒരാൾ ന്യൂട്രായാൽ പോലും മറ്റേയാൾക്ക് അത് ബാധ്യതയായി മാറും. ഒരു വഞ്ചിയിൽ കയറി ഒരേ ദിശയിലേക്ക് തുഴയുന്ന രണ്ടാളുകളെ പോലെ ഭാര്യയും ഭർത്താവും ജീവിതത്തിന്റെ സാഫല്യത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഒന്നിച്ചു നീങ്ങേണ്ട സന്ദർഭമാണ്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഇത്രയൊക്കെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേവല ഭർത്താവിന് ശ്രദ്ധ കൊണ്ട് മാത്രം കുടുംബജീവിതം ധന്യമാവില്ല. എന്റെ സഹോദരിമാരും ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന എന്റെ പുതുമണവാട്ടികളോട്, അതേപോലെ തന്നെ വളർന്നു വരുന്ന മക്കളോട്, കുടുംബിനികളായ സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കറിയാം, നബി തങ്ങൾ പറഞ്ഞു, ഉമ്മമാരുടെ കാൽച്ചുവട്ടിലാണ് മക്കളുടെ സ്വർഗം എന്ന്. അതേ ആശയത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ഭാര്യമാരുടെ സ്വർഗം ഭർത്താവിന്റെ സംതൃപ്തിയിലാണെന്ന്. ഭാര്യമാരുടെ സ്വർഗം ഭർത്താവിന്റെ സംതൃപ്തിയിലാണെന്നോ. മരിച്ചു പോവുകയാണെങ്കിൽ പോലും തന്റെ ഭർത്താവ് തന്നെ കുറിച്ച് സംതൃപ്തനാണെങ്കിൽ ആ ഒറ്റ കാര്യം കൊണ്ട് ആ പെണ്ണിന് സ്വർഗം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ ലഅമർതു അൽമർഅത അൻ തസ്ജുദ ലിസൗജിഹാ. ഒരു പടച്ചവനല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് സഹോദരിമാരോട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ, ഭർത്താവിന്റെ ആവശ്യങ്ങൾ കണ്ടറിയാൻ, കുടുംബത്തിന്റെ വിളക്കായി ജ്വലിച്ചു നിൽക്കാൻ എന്റെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് കഴിയണം. എങ്കിലത് സ്വർഗമാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, മസ്തഫാദലിൽ മുഅ്മിനി ബഅദ തഖ്വല്ലാഹ്. തഖ്വ കഴിഞ്ഞാൽ ഒരു മുഅ്മിന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അൽ മർഅത്തു സാലിഹ, നല്ല ഭാര്യയാണ്. നല്ല ഭാര്യയെ കിട്ടുക. നബി തങ്ങൾ വിശദീകരിക്കാൻ, ഏതാ നല്ല ഭാര്യ? ഭാര്യയൊന്ന് കണ്ടാൽ ഭർത്താവിന് മനസ്സിന് കുളിരുണ്ടാകും, സന്തോഷമുണ്ടാകും. ഭർത്താവിനൊന്ന് കണ്ടാൽ ഭാര്യയ്ക്ക് മനസ്സിന് സുഖമുണ്ടാകും. അതാണ് സ്വർഗീയമായ കുടുംബം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നേരെ മറിച്ച് ചില ആളുകളുടെ കുടുംബം വളരെ കഷ്ടമാണ്.
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നബി തങ്ങൾ പറഞ്ഞു, തഖ്വ കഴിഞ്ഞാൽ മുഅ്മിന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞ സ്വാലിഹത്തായ ഭാര്യയാണ്. എന്താണ് ഈ നല്ല ഭാര്യയുടെ ലക്ഷണം? നബി തങ്ങൾ പറഞ്ഞു, ഇന്നമറയിലേഹാ തഖസ്സുഹു. ഭാര്യയെ കണ്ടാൽ ഭർത്താവിനെ, ഭർത്താവിനെ കണ്ടാൽ ഭാര്യക്കുമാർ. ഇതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പല കുടുംബങ്ങളും ശിഥിലമാകുന്നത്. രാത്രി 12 മണിക്കും ഭർത്താക്കന്മാർ അങ്ങാടിയിലൂടെ തേരാപ്പര നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വീട്ടിൽ കയറി ചെന്നാൽ ആ ഭദ്രകാളിനെയാണ് കാണേണ്ടി വരുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്നൊരു കഥ പറയുക. ആലസ്യത്തിനുണ്ടല്ല പണ്ട് മൊഴിയാർ വഴുതു പറഞ്ഞു. ആ വഴുതിൽ 2000 രൂപ സംഭാവന ചെയ്തൊരു ആചാര്യ. അപ്പൊ മുത്തേർ 2000 രൂപ തന്ന ആചാര്യർക്ക് പടച്ചോനെ സ്വർഗം കൊടുക്കണേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തോഫീക്ക് നൽകണം. അതിൽ ആചാര്യൻ നിന്നിട്ട് പറഞ്ഞിട്ടേ, ഉസ്താദേ അവിടെയും പാത്തു തന്നെയാണെങ്കിൽ എനിക്ക് ആ സ്വർഗം വേണ്ട. നമ്മുടെ ഭാര്യന്റെ പേര് പാത്തു എന്നാണ്. അപ്പൊ ദുനിയാവില് മരിച്ചാലെങ്കിൽ ഈ ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. മരിച്ച് സ്വർഗത്തിൽ എന്നാൽ അവിടെ ഉണ്ടാവും പാത്തു എന്നെങ്കിൽ എനിക്ക് ആ സ്വർഗം വേണ്ട എന്ന് ആചാര്യർ പറഞ്ഞു കഥ പറയാനായിരുന്നു. എന്തു ചെയ്താലും അട്ടന്റെ മോട്ട് ഉപ്പിട്ട പോലെ നന്ദിയുള്ള സാധനം മുഖത്ത് കാണാത്ത ഭാര്യമാരായിട്ട് അതിലേറെ വലിയ കഷ്ടം എന്താണ്? നമ്മൾ ആലോചിക്കുക, ഒരു വീട് സ്വർഗമാക്കേണ്ടത് നരകമാക്കേണ്ടതും അവിടുത്തെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഭാര്യയാണ്. നമ്മൾ ചിന്തിക്കുക, മാതങ്ങൾ പറഞ്ഞു, സ്നേഹപൂർവ്വം ഒരു കാര്യം കൽപ്പിച്ച സ്നേഹപൂർവ്വം അനുസരിക്കുന്നവളാണ് നല്ല ഭാര്യ. ഒരു ഗ്ലാസ് വെള്ളം എടുത്താണ്, വെള്ളം കൊണ്ടുവന്നിട്ട് ഡൈനിങ് ടേബിൾ വന്നിട്ട് നട്ട് ഒറ്റ വെപ്പ്, അതിനടുത്താൻ കുടിച്ചോളും നല്ല നട്ടിക്കോളി എന്നാണ്. അപ്പൊ ഇത് സ്നേഹപൂർവ്വം അല്ലാതെ കുടുക്കിയിട്ടാണ്, വേറെ നിവൃത്തിയില്ല, എന്താണടുക്കിക്കോളൂന്ന. നേരെ മറിച്ചിടാ കുടിച്ചോളൂ കേട്ടോ, വേറെ എടുക്കണോ, ഇനി ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന വിശാലമായ ഒരു മനസ്സൊരു ഭാര്യയ്ക്കുണ്ടാവണം. തങ്ങൾ പറഞ്ഞു, മുഖം കണ്ടാൽ സന്തോഷം ഉണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനെന്ത് വേണം? ഒരു സഹകരണം അനിവാര്യമാണ്. കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ അതിനൊരു ഭാര്യ ഇന്ന് വഴക്കൊക്കെ കേട്ട് നാളെ ഭർത്താവ് വരുമ്പോൾ അങ്ങനെ ചിരിച്ചു, ഭർത്താവിനെ എടുക്കണ്ട, ചിരിച്ചില്ല, മോന്താണ്ടോ, പിന്നെന്താ ചെയ്യാ? ഒരു നിവൃത്തിയില്ല. ഇങ്ങനെ താഴോട്ടും മേലോട്ടും വയ്യാത്ത ചില കുടുംബങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു ഭാര്യയും ഭർത്താവും സമീപനത്തിന്റെ ഏറ്റവും നല്ല മാതൃകകൾ തീർത്താൽ ആ കുടുംബം സ്വർഗമാകും. അതല്ലാതെ നമുക്കറിയാം, ഒരു 1.5 കോടി രൂപയുടെ വീട് വെച്ചു, 75 ലക്ഷം രൂപയുടെ ഓടി കാറും വാങ്ങി. പക്ഷെ അതിലേക്ക് ആ വീട്ടിൽ കിടക്കാൻ, കൂടെ കിടക്കാനുള്ളത് ഒരു ഭദ്രകാളിയാണ്. 50,000 രൂപയ്ക്ക് കട്ടിൽ വാങ്ങാം, 25,000 രൂപയ്ക്ക് ബെഡ് വാങ്ങാം, 5 രൂപയ്ക്ക് ഉറക്ക് വാങ്ങാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ നല്ല മനസ്സമാധാനം വേണം. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾക്ക് നാളെ സ്വർഗം ലഭിക്കണമെങ്കിൽ, ദുനിയാവിൽ നമുക്ക് ജീവിതം സ്വർഗ സമാനമാവണമെങ്കിൽ, സന്തോഷദായകമാവണമെങ്കിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, അവിടെ ചുമ്മാ മുമ്പൈനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, മുത്തുനബി എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വരുന്നത് കണ്ടാൽ ഞങ്ങൾ അടുക്കളയിൽ ഒട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നബി തങ്ങൾ സ്വീകരിക്കാൻ, സൽക്കരിക്കാൻ ഞങ്ങൾ പടിവാതിൽക്കലേക്ക് ചെല്ലും. ഹബീബായ തങ്ങൾ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ ഞങ്ങൾ യാത്ര അയക്കും. നബി തങ്ങൾ വീട് വിട്ട് പോകുന്നവർ ഞങ്ങൾക്ക് മറ്റൊരു ഏർപ്പാടില്ല. അതാണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന കുടുംബം. ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, നല്ല വാക്ക് പറയുക, അനാവശ്യം പറയാതിരിക്കുക. നമ്മുടെ കുട്ടികളിലേക്ക് നല്ല സംസ്കാരവും സ്നേഹവും സൗഹാർദ്ദവും ഐക്യവും ഒരുമയും നല്ല മനസ്സും കേൾപ്പിക്കുക, കാണിപ്പിക്കുക. തീർച്ചയായും നമ്മുടെ കുടുംബം
സ്വർഗമാകും. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഉദാത്തമായ ജീവിത വഴിയിലൂടെ കടന്നു പോകാൻ ഇന്ന് ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന നമ്മുടെ യുവ മിഥുനങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും ആളുകളുടെ സ്നേഹോഷ്മളമായ സാന്നിധ്യവും അവരുടെ ഉള്ളറിഞ്ഞ പ്രാർത്ഥനയും ഉൾക്കൊണ്ടുകൊണ്ട് മഹാനായ പാണക്കാട് സയ്യിദ് അവറുകളുടെ കയ്യിൽ നിന്ന് അവരുടെ സാന്നിധ്യത്തിൽ നിക്കാഹ് നേരിടാൻ കഴിയുന്ന, തന്റെ ഇണയെ സ്വീകരിക്കാൻ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട അനുജ സുഹൃത്തുക്കൾ എന്തുകൊണ്ടും ഭാഗ്യവാന്മാരാണ്. അവരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകരായ, പ്രത്യേകിച്ചും ഇതിന് വലിയ അധ്വാനം നടത്തിയ SKSF യൂണിറ്റ് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുലൈമാൻ, അതേപോലെ തന്നെ പ്രിയപ്പെട്ട യൂസുഫ് ഹാജി എന്നെ ഈ വിനീതനം ക്ഷണിക്കുകയും ഈ പരിപാടിയെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ ഇത്ര വിഫലമായ ഒരു സംരംഭം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏതായിരുന്നാലും SKSF പ്രവർത്തകര്, SYS പ്രവർത്തകര് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇതൊരു തുടക്കമായി അവിടെ അവസാനിക്കരുത്. വരും വർഷങ്ങളിലും വളരെ കരുതലോടുകൂടെ ശ്രദ്ധേയമായ ഒരുപാട് സൽപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ കമ്മിറ്റിക്ക്, ഇവിടെയുള്ള പ്രവർത്തകർക്ക് കഴിയട്ടെ. ഇതിന്റെ ഉലമാക്കളുടെ, ഉമറാക്കളുടെ സകലമായ പിന്തുണയും പിൻബലവും ആർജിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ സാധുവിന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് കൂട്ടത്തിൽ ഒറ്റ കാര്യം എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ പിന്നെ അല്ലാഹു സദസ്സിനെ സ്വീകരിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് കൂടെ എത്തിച്ചേരാൻ പോവാണ്. ഇവിടെ പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാർ, സാദാത്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും തങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യട്ടെ. എനിക്ക് അവസാനം ഒറ്റ കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ കരുവാരക്കുണ്ട് കാളികാവിലാണ് താമസിക്കുന്നത്. കാളികാവിനടുത്ത് ഈ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന, സംരക്ഷിക്കാൻ ആരോരുമില്ലാത്ത, നോക്കാനും പരിചരിക്കാനും ആരുമില്ലാത്ത ഉമ്മമാരെ, ഉപ്പമാരെ, തെരുവിൽ നിന്ന്, ബസ് സ്റ്റാൻഡിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ കിട്ടുന്ന ആളുകളെ, പ്രത്യേകിച്ചും നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെ, ആരാണെങ്കിലും ജാതി മതമൊന്നും നോക്കാതെ തന്നെ അവരെ ഏറ്റെടുത്തുകൊണ്ട് മരണം വരെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പോറ്റി സംരക്ഷിച്ച് അവർക്ക് ആവശ്യമാകുന്ന ചികിത്സയും ഭക്ഷണവും മരുന്നും അതേപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യവും മരണം വരെയുള്ള അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഹിമ എന്ന പേരിൽ, ഹെവൻ ഓഫ് ഇന്റിമസി ആൻഡ് മേഴ്സിഫുൾ അറ്റ്മോസ്ഫിയർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ആ രീതിയിലൊരു സ്ഥാപനം കഴിഞ്ഞ ജനുവരി 20 മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ഒരു 3 ഏക്കർ സ്ഥലത്ത് ഏകദേശം 5 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് 6 വില്ലകളും ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഒരു ക്ലിനിക്കും, അതേപോലെ തന്നെ മെസ്സും ക്യാൻറ്റീനും, അതേപോലെ തന്നെ 3000 സ്ക്വയർ ഫീറ്റ് വലിയൊരു പള്ളിയും ഒരു കോമ്പൗണ്ട് വാളൊക്കെ അടങ്ങുന്ന ഒരു വിശാലമായ ഒരു സംരംഭം അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ കഴിഞ്ഞ ജനുവരി 20 ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെയാണ് അതിന്റെ മുഖ്യ രക്ഷാധികാരി. ഈ വിനീതനെ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും 2 കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഈ സദസ്സിൽ ഞാൻ ഈ കാര്യം അറിയിക്കുന്നത്. ഒന്ന്, നമ്മുടെ പരിസരത്തോ ചുറ്റുവട്ടങ്ങളിലോ സംരക്ഷിക്കാൻ നമ്മുടെ ഭാഗത്ത് സംരക്ഷകരില്ലാതെ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ഒരുപാട് കോൺവെന്റുകളിലേക്കും ആശ്രമങ്ങളിലേക്കൊക്കെ നമ്മുടെ സഹോദരിമാർ കടന്നു പോവുകയും ഒടുവിൽ കെലിമ ചൊല്ലിക്കൊടുക്കാൻ ഒരാളില്ലാത്തതിൻ്റെ പേരിൽ ഈമാൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ പലപ്പോഴും രംഗത്തുണ്ട്. അവരുടെ സേവനങ്ങൾ ഒരിക്കലും നമ്മൾ ചെറുതാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആളുകളെ ഏറ്റെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ സയ്യിദ് റഹ്മാനി എൻ്റെ സുഹൃത്താണ്, അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ യൂസുഫ് ഹാജിയോ അല്ലെങ്കിൽ സുലൈമാനോ, നമ്മുടെ ആരായാലും വേണ്ടില്ല, നമ്മുടെ പ്രവർത്തകരും ബഹുമാനപ്പെട്ട ഉസ്താദ്മാരൊക്കെ നേരിട്ട് ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മഹലിലോ പരിസരത്തോ അങ്ങനെ വിഷമമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സംവിധാനം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മഹലിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ന് ഒരാൾ നിങ്ങളുടെ വയനാട്ടിൽ നിന്ന് വരികയാണ്, സമീപത്ത് നിന്നുള്ള വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിൽ നിന്ന് ഒരാളിന്ന് അവിടെ കൊണ്ടുനാക്കാൻ പോവാണ്. കാരണം അവർ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. ഒരു പ്രായമുള്ള വാപ്പ മാത്രമാണുള്ളത്, മക്കളില്ല, വിഷമിക്കുകയാണ്. അതിൻ്റെ ഉമ്മയാണുള്ളത്. ഇതിന് ഏകദേശം 86 വയസ്സുണ്ട്. പിടിക്കാൻ കഴിയില്ല, കണ്ണിന് കാഴ്ചയില്ല, കൈ കേൾവിയില്ല, ഇയാൾക്ക് നീക്കി അടക്കാൻ കഴിയില്ല, ഇയാളൊരു ഭാഗം തകർന്നിരിക്കുന്നു. ഈ ഒരവസ്ഥയിൽ അത് പലപ്പോഴും കോൺവെന്റിലേക്ക് കൊണ്ടാക്കാൻ ഒരുങ്ങുമ്പോഴാണ് നാലിൽ നിന്നൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ വിനീതനെ വിളിക്കുകയും ഇൻഷാ അല്ലാഹ് ഇന്നോ നാളെയായിട്ട് അവർ സ്ഥാപനത്തിലെത്തുകയാണ്. അങ്ങനെ 10ഓളം ആളുകൾക്ക് അവിടെ എത്തിച്ചേർന്നു. 100 പേർക്കുള്ള സൗകര്യ സംവിധാനം അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്.
ചില പരിമിതികളൊക്കെ ഉണ്ട്. കുറച്ച് ബെഡ് അതിലേക്ക് ലഭിക്കാനുണ്ട്. ആർക്കെങ്കിലും സാധിക്കുന്നവരുണ്ടെങ്കിൽ ഒരു 80,000 രൂപയുണ്ടെങ്കിൽ ഒരു ബെഡും അതിലെ കട്ടിലും ബെഡ്ഷീറ്റ് അടക്കം വരുന്നത് ഒരു രോഗിക്ക്, ഒരു ഉമ്മാക്ക്, ഒരു ഉപ്പാക്ക് മരണം വരെ കടക്കാനുള്ള ഒരു സൗകര്യ സ്ഥാപനത്തിനുണ്ടാക്കും. ആർക്കെങ്കിലും സാധിക്കുന്നവരുണ്ടെങ്കിൽ വാഗ്ദാനം ചെയ്യാം. നമ്പറോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നൽകാം. ബഹുമാനപ്പെട്ട ഇതൊരു റഹ്മാനിയോ സംഘാടകരുമായി ബന്ധപ്പെട്ടിട്ടാണ് നന്മയോടൊപ്പം നിങ്ങൾ നിൽക്കണം. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുക്കണം. 1500 രൂപയാണ് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് അതിന് ചെലവുള്ളത്. ഇത് കൃത്യമായ ഒരു കണക്കും സംവിധാനവും വെച്ചുകൊണ്ട് തന്നെ സാഹചര്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്നു. ഇനി ഒന്നുമല്ലെങ്കിലും ഒന്നും സഹായം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം. വെരി റിസ്കിയാണ്, വളരെ ത്യാഗപൂർണമായ ഒരു സേവനമാണ്. കാരണം ഒരാൾ തന്നെ പരിചരിക്കാൻ വേണ്ട അവസ്ഥയിലുള്ള രോഗികളും വിഷമിക്കുന്ന ആളുകളാണുള്ളത്. അപ്പം അതുകൊണ്ട് ഭീമമായൊരു സംഖ്യ ചെലവ് വരുന്ന വലിയ ത്യാഗം അനിവാര്യമാകുന്ന ആ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. എപ്പോഴെങ്കിലും പരിവാരം കൊണ്ട് കാടയോ വഴിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം. ഇങ്ങനെയും കുറേ ജന്മങ്ങൾ, ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളൊക്കെ ദ്വായ ഉണ്ടാകണമെന്ന് മാത്രം വസീയത്ത് ചെയ്തുകൊണ്ട് ഒരുപാട് ഉസ്താദുമാരുടെ ആശംസകൾ നേരാനും പ്രസംഗിക്കാനും കൊണ്ട് തങ്ങൾ അവர்கள் ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരും. അതുകൊണ്ട് ഈ സംരംഭം ഇവിടെ അവസാനിപ്പിക്കാതെ ഒരുപാട് നന്മ നിറഞ്ഞ പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. KSFM പ്രവർത്തകർ ലീഡർഷിപ്പ് കൊടുക്കുമ്പോൾ, മഹല്ല് കമ്മിറ്റിയും ഇവിടെ ഉമറാക്കളും അതിന് എല്ലാവിധ പിന്തുണയും പിൻബലം നൽകുമ്പോൾ, അഭ്യുന്നതരായ ആലിന്യങ്ങൾ എല്ലാവിധ ആശീർവാദത്തിലൂടെ എത്തിച്ചേരുമ്പോൾ ഈ നാടും ഈ പ്രദേശവും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഇതൊരു മഹാസൗഭാഗ്യമായി നമ്മളിതിനെ കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഭക്ഷണം നൽകിയവർ, ഈ നവദമ്പതികൾക്ക് വസ്ത്രം നൽകിയവർ, ആഭരണം ഒരുക്കി കൊടുത്തവർ, അതിലെല്ലാം ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയവർ എല്ലാവർക്കും വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. അള്ളാഹുവെ നീ കബൂൾ ചെയ്യണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ഈ പ്രവർത്തനങ്ങളൊക്കെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ, നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന നന്മകളായി ഞങ്ങളിൽ നിന്ന് കബൂൾ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളോട് അനുസ്മരിക്കുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഹത്തുജാഹ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ അഭിവന്ദരായ സമസ്തയുടെ ആലിമീങ്ങളുടെ നായകന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കണേ തമ്പുരാനെ. റാഹത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എല്ലാ ശൈഥില്യ ശക്തികളും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഇജ്ജത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുത്തഖ്വീൻ ഞങ്ങളെ ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തി തരണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എല്ലാവിധ ഭാവങ്ങളും ഈ ചടങ്ങിന് സംഘാടകർക്ക് നടന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.